തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ത്രിയേക ദൈവത്തിൻ്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ചിന്തയ്ക്കായി ഇന്ന് വിഷയീഭവിപ്പിക്കുന്ന വിശുദ്ധ വേദവാക്യം ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 35-ാം വാക്യം. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. ഇന്നത്തെ ആധുനിക ലോകത്തിൽ ക്രൈസ്തവ സാക്ഷ്യം എന്നത് ക്രിസ്തീയ മൂല്യങ്ങൾ സ്വന്തം ജീവിതത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നതാണ്. ദരിദ്രരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്ത് പിടിക്കുന്നത് ഇതിൽ പ്രധാനമാണ്. സത്യസന്ധത പുലർത്തുക എന്നതും പ്രധാനമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു: നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന്. തമ്മിലുള്ളതായ സ്നേഹം പകരുന്നതിൽ കൂടിയാണ് ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ മാധ്യമങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുന്നു. മോഡേൺ മാൻ ഈസ് മീഡിയ മാൻ. ഗുരുവും മാതാപിതാക്കളും ഒക്കെ അതിനു മുന്നേ ചില മൂല്യങ്ങൾ മാധ്യമങ്ങൾ നൽകുന്നു. ടുഡേയ്സ് ജനറേഷൻ ഗെറ്റ്സ് മീഡിയേറ്റഡ് വാല്യൂസ്. എല്ലാം നല്ലതാകണമെന്നില്ല, നല്ലതിനാകണമെന്നുമില്ല. നന്മയെ തിരിച്ചറിയുവാനും അത് മാത്രം ഉൾക്കൊള്ളുവാനുമുള്ള ക്രൈസ്തവ സാക്ഷ്യം നമ്മിൽ രൂഢമൂലമാകേണ്ടതുണ്ട്. വിശുദ്ധനായ പൗലോസ്ലീഹ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു: നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടെയും ഉപ്പാൽ സാരമുള്ളതായും ഇരിക്കട്ടെ എന്ന്. സൈബർ ബുള്ളിയിങ്, വിദ്വേഷ പ്രചരണം, അനാവശ്യ തർക്കങ്ങൾ എന്നിവയിൽ നിന്ന് മാറി നിന്ന് പ്രത്യാശയും സ്നേഹവും പകരുന്ന സന്ദേശങ്ങൾ പങ്കുവയ്ക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ അത് തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഒരു ശ്രേഷ്ഠ ക്രൈസ്തവ സാക്ഷ്യമായി മാറുന്നു. അസഹിഷ്ണുതയും പ്രതികാര ചിന്തയും ലാഭേച്ഛയുമുള്ള ലോകത്തിൽ ക്ഷമിക്കുവാനും കരുതുവാനും കഴിയുക എന്നത് വലിയ സാക്ഷ്യമാണ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നു: കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ എന്ന്. പ്രത്യാശയുടെ വാഹകരായിരിക്കുക എന്നതും ക്രൈസ്തവമാണ്. മാനസികമായ സമ്മർദ്ദങ്ങളും നിരാശയും നിറഞ്ഞ ലോകത്തിൽ ക്രിസ്തീയമായ പ്രത്യാശയും താഴ്മയും പകരുവാൻ നമുക്ക് കഴിയണം. ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിൻ്റെ അനുഭവത്തിലൂടെ നാം കടന്നു പോകുന്നതായ ഈ അവസരത്തിൽ മാതാവിൽ കാണുന്ന സ്വഭാവ വൈശിഷ്ട്യം ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയുന്നത് അനുഗ്രഹപ്രദമാണ്. ഹ്യൂമിലിറ്റി ഈസ് ദ കാസറ്റ് ഓഫ് ഓൾ വെർച്യൂസ്. എല്ലാ നന്മയുടെയും ശ്രേഷ്ഠ പേടകമാണ് താഴ്മ എന്ന് പറയുന്നത്. ശുദ്ധിമതിയായ ദൈവമാതാവിൽ കാണുന്ന ശ്രേഷ്ഠ അനുകരണീയമായ ക്രൈസ്തവ മാതൃകയാണ് താഴ്മ എന്നുള്ളത്. 1 പത്രോസ് 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവരോടും സൗമ്യതയോടും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ എന്ന് നാം വായിക്കുന്നു. പ്രതിസന്ധികളിലും ആത്മവിശ്വാസം കൈവിടാതെ മുന്നേറുക. ക്രൈസ്തവ സാക്ഷ്യം എന്നത് ക്രിസ്തുവിനെ പോലെ ജീവിച്ചു കാണിക്കുക എന്നുള്ളതാണ്. യേശുവെ പോലെയാകുവാനും യേശുവിൻ്റെ വാക്ക് കാക്കുവാനും യേശുവെ നോക്കി ജീവിക്കുവാനും ഉള്ള ക്രൈസ്തവ സാക്ഷ്യം ആണ് നമുക്കേവർക്കും ഉണ്ടാകേണ്ടത്. ആയതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ശുഭദിനം.